السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على خاتم الأنبياء والمرسلين وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. فقد قال النبي صلى الله عليه وسلم: المهاجر من هجر ما نهى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമാകുന്ന എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കൃപ കൊണ്ട്, ഔദാര്യം കൊണ്ട്, കരുണ കൊണ്ട് പൂർണ്ണമായി പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി കഴിച്ചു കൂട്ടുവാൻ അള്ളാഹു നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളാകുന്ന നാം ഓരോരുത്തരും അനുഗ്രഹീതമായിട്ടുള്ള ഒരു പുതുവർഷത്തിന്റെ പരിസര പ്രദേശത്താണ് നിലകൊള്ളുന്നത്. ഇന്ന് ദുൽഹജ്ജ് 30 നാളെ ഇൻഷാ അല്ലാഹ് ഹിജറ 1447 ആദ്യ മാസമാകുന്ന മുഹറം മാസത്തിന്റെ 1-ാം തീയതിയുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ കൂടുതലായി ചെയ്യുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുപ്പ് നടത്തേണ്ടുന്ന ഒരു സാഹചര്യമാണ്. ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് വാർഷിക കണക്കെടുക്കുന്നത് പോലെ, മാസാന്തര കണക്കെടുക്കുന്നത് പോലെ കഴിഞ്ഞ ഒരു വർഷം 1446 എന്ന ഹിജറ വർഷത്തിന് തിരശീല വീണ് പുതിയ ഒരു വർഷം കലണ്ടറായി തൂക്കപ്പെടുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മളിൽ നിന്നുണ്ടായ നന്മകൾ, തിന്മകൾ എല്ലാം വിലയിരുത്തണം. നേട്ടങ്ങളും കോട്ടങ്ങളും തിരിച്ചറിയണം. നേട്ടങ്ങളുണ്ടെങ്കിൽ കൂടുതൽ പുരോഗതിയിൽ എത്തിക്കുവാനും, കോട്ടങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിച്ച് നേരായ പാത സ്വീകരിക്കുവാനും ഓരോ സത്യവിശ്വാസിയും തയ്യാറാകുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ പ്രായം ഹിജറ വർഷവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഒരുപക്ഷെ 50 വയസ്സ്, 52 വയസ്സ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഹിജറ കണക്കനുസരിച്ച്, ഹിജറ കലണ്ടർ അനുസരിച്ച് 2-3 വയസ്സൊക്കെ കൂടുതലായിരിക്കാം. ഒരുപക്ഷെ 52 എന്ന് പറയുന്ന ആൾക്ക് 54 വയസ്സ് കാണും. 54 എന്ന് വയസ്സ് പറയുന്ന ആൾക്ക് 56 വയസ്സ്, 2-3 വയസ്സൊക്കെ കൂടുതലായിരിക്കും ഹിജറ കലണ്ടർ അനുസരിച്ച്. കാരണം നമുക്കറിയാം, ഇംഗ്ലീഷ് കലണ്ടർ എന്നുള്ളത് ഫിക്സ്ഡ് ആണ്. ജനുവരി 31, ഫെബ്രുവരി 28,
മാർച്ച് 31, ഏപ്രിൽ 30 ഈ രീതിയിൽ ഫിക്സഡ് ആണ്. 31 ഈ രീതിയിൽ ഫിക്സഡ് ആണ്. പക്ഷെ അറബി കലണ്ടർ അനുസരിച്ച് ചന്ദ്രന്റെ ദർശനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ കലണ്ടർ രൂപപ്പെടുത്തുന്നത്. പിറ കണ്ടാൽ 29 പൂർത്തിയാക്കി 30 പോലും തുടങ്ങാതെ പുതിയ ഒരു മാസത്തിലേക്ക് പ്രവേശിക്കും. ഇന്നലെ പിറ കണ്ടിരുന്നെങ്കിൽ ദുൽഹജ്ജ് 29 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് മുഹറം 1 അപ്പൊ ചന്ദ്രന്റെ ദർശനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഹിജറ കലണ്ടർ മുന്നോട്ട് ചലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രായം നമുക്ക് 2-3 വയസ്സൊക്കെ കൂടുതലായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും അനുചിതമായിട്ടുള്ള ഒരു ഹദീസ് നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് സ്വന്തമായി നിങ്ങളൊന്ന് വിചാരണയ്ക്ക് വിധേയമാകണം. ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. ആഖിറത്തിൽ നിങ്ങളെ വിചാരണ ചെയ്യും. ആ വിചാരണയ്ക്ക് മുമ്പ് സ്വന്തമായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മളിൽ നിന്നുണ്ടായ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് എത്ര വഖത്ത് നമസ്കാരങ്ങൾ ഇമാം ജമാഅത്തായി നിർവഹിക്കാൻ സാധിച്ചു, എത്ര പേർക്ക് സദഖ കൊടുക്കാൻ സാധിച്ചു, എത്ര പാവപ്പെട്ടവരെ ചേർത്ത് നിർത്താൻ സാധിച്ചു, എത്ര അനാഥകൾക്കും വിധവകൾക്കും താങ്ങും തണലുമാകാൻ സാധിച്ചു എന്നിങ്ങനെ നന്മകളുടെ ചിത്രം മുന്നിൽ കൊണ്ടുവരേണ്ടുന്ന, നന്മകളുണ്ടെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കേണ്ടുന്നൊരു സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും കോട്ടങ്ങളുണ്ടെങ്കിൽ അതിനെ തിരുത്തി ഒരു സൽപാന്താവിലേക്ക്, സൽക്കർമ്മങ്ങളുടെ വീതിയിലേക്ക് കടന്നു വരേണ്ടുന്ന സാഹചര്യം. നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ അനുഷ്ഠാന കർമ്മങ്ങളും ഹിജ്റ കലണ്ടറിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ളതാണ്. നമ്മൾ ആ ഒരു അവസ്ഥ മുന്നോട്ട് കൊണ്ടുവരണം. നമ്മളിന്ന് കല്യാണത്തിന്റെ ഡേറ്റ് എടുക്കുന്നത്, അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യത്തിനും നമ്മൾ ആസ്പദമാക്കുന്നത് ഇംഗ്ലീഷ് കലണ്ടറിനെയാണ്. പക്ഷേ ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എല്ലാ അനുഷ്ഠാന കർമ്മങ്ങളിലും ആസ്പദിച്ചിട്ടുള്ളത് ഹിജ്റ കലണ്ടറിനെയാണ്. 2-3 ഉദാഹരണങ്ങൾ. ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ 4 മാസവും 10 ദിവസവും ഇരിക്കണം. ഈ 4 മാസവും 10 ദിവസവും ഇംഗ്ലീഷ് കലണ്ടറിനെ ആസ്പദമാക്കിയല്ല, മറിച്ച് ഹിജ്റ കലണ്ടറിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് 4 മാസവും 10 ദിവസവും. വിവാഹമോചിതയായിട്ടുള്ള ഒരു സ്ത്രീ ദീക്ഷ ഇരിക്കുക നമ്മൾ പറയാറുണ്ട്. അടുത്തൊരു വിവാഹത്തിന് മുമ്പായിട്ടൊരു കാത്തിരിപ്പ്. ഈ കാത്തിരിപ്പും ഹിജ്റ കലണ്ടറിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ളതാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലെ സക്കാത്ത് എന്ന കർമ്മം 1 വർഷം മുതൽ അടുത്ത വർഷം വരെ നിശ്ചിത തുക കയ്യിലുണ്ടായിരിക്കുക, ഈ ഒരു വർഷം എന്നുള്ളത് ഹിജ്റ കലണ്ടറിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ളതാണ്. എന്നിങ്ങനെ വിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ അനുഷ്ഠാന കർമ്മങ്ങളും ഹിജ്റ കലണ്ടറിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്കതുമായി ബന്ധം വേണം, ഹിജ്റ കലണ്ടറുമായി ബന്ധം വേണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഹിജ്റ കലണ്ടർ ഒന്നും ഇല്ല. അത്യാവശ്യം അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇതിനെ സംബന്ധിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഹിജ്റ കലണ്ടർ ഇല്ല. അതിനുശേഷം ഖിലാഫത്തിന്റെ പാതയിലേക്ക് വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും ഹിജ്റ കലണ്ടർ ഇല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഹിജ്റ കലണ്ടർ നിലവിൽ വരുന്നത്. അതിന്റെ കാരണം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരുപാട് ഗവർണർമാർ പല പ്രദേശങ്ങൾ ഭരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ സമയത്തും അവസരത്തിനൊത്ത് ഭരണക്രമത്തെക്കുറിച്ച്, വിശുദ്ധ ഇസ്ലാമിന്റെ നയങ്ങളെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതും. എല്ലാ പ്രദേശത്തെയും ഗവർണർമാർക്ക് കത്തെഴുതും. കത്തെഴുതി എല്ലാ അന്ന് ഈ തപാൽ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ, ആധുനിക ടെക്നോളജികളൊന്നും ഇല്ല, കത്തിന്റെ സംവിധാനങ്ങളൊന്നും ഇല്ല. ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതുമ്പോ ദൂതൻ വഴിയായിട്ടാണ് കത്ത് കൊടുത്തു വിടുന്നത്. ഹിജ്റ കലണ്ടർ നിലവിൽ വന്ന സാഹചര്യം പറയുകയാണ്. ദൂതൻ വഴിയായിട്ടാണ് കത്ത് കൊടുത്തു വിടുന്നത്. ഈ കത്ത് എന്നെഴുതിയതാണ്, എപ്പോ ഈ നാട്ടിലേക്ക് എത്തി എന്നതിനെ കുറിച്ചൊന്നും ഒരു നിർണയം, ഒരു ദിവസത്തെ നിർണയിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു. കത്തെഴുതിയിട്ടുണ്ട് എന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് എഴുതിയതാണോ അതോ 1 മാസത്തിന് ശേഷമാണോ എന്റെ കയ്യിൽ കിട്ടിയതൊരു വ്യക്തതയില്ലായിരുന്നു, അവ്യക്തമായിരുന്നു. ഈ സമയത്ത് അബൂ മുസൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന പ്രധാനപ്പെട്ട ഒരു സഹാബിയുടെ നേതൃത്വത്തിൽ ഒരു മുശാവറ വിളിച്ചു കൂട്ടുകയാണ്.
ഇവരൊക്കെ വലിയ അഭിപ്രായം പറഞ്ഞു. കാലത്തെ നിർണയിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു സംവിധാനം വേണം. ഇത് പ്രധാനപ്പെട്ട മശൂറ. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു എല്ലാവരും മശൂറയിലുണ്ട്, മുശാവറയിലുണ്ട്. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ചില സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഒരു കലണ്ടർ രൂപപ്പെടുത്താം. അല്ലാഹുവിന്റെ റസൂലിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് പലർക്കും അതിൽ അഭിപ്രായം ഉണ്ടായില്ല. കാരണം ഇതര മതസ്ഥരെ സംബന്ധിച്ച് നമുക്കറിയാം, AD BC യേശുക്രിസ്തു വന്നതിന് ശേഷം, യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം ഇങ്ങനെ ADയും BCയും ആഫ്റ്റർ ഡെത്ത് ബിഫോർ ക്രൈസ്റ്റ്, ജനനവും മരണവും ഒക്കെ നിശ്ചയിക്കുന്നത് അന്യമതസ്ഥരുടെ ഒരു ശൈലിയാണ്. അതുകൊണ്ട് തന്നെ അഭിപ്രായത്തെ ആർക്കും അതിനെ പിന്താങ്ങിയിൽ അതിനെ മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ്. ചില ആളുകൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണത്തെ എടുക്കാം. ചില ആളുകൾ പറഞ്ഞു നബിതങ്ങളുടെ നുബുവത്തിനെ എടുക്കാം. 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയല്ലോ, ആ നുബുവത്ത് മുതൽ നമുക്ക് കാലഘട്ടം നിർണയിക്കാം. എന്നാൽ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ്. അലി റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞു, അതിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, തൃപ്തികരമായി. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ച ഒരു സംഭവമാണ്, അതുല്യമായ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഹിജ്റ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. നീണ്ട 13 വർഷം അഥവാ 53ാമത്തെ വയസ്സ് വരെ ത്യാഗത്തിന്റെ തീച്ചൂളയിൽ ഞെരിഞ്ഞമർന്നൊരു ജീവിതം റസൂലിനുണ്ടായിരുന്നു. മക്കയിൽ പീഡനങ്ങൾ, കഷ്ടതകൾ, ത്യാഗങ്ങൾ. അതിനുശേഷം അല്ലാഹുവിന്റെ ഒരു സമ്മാനമാണെന്ന് പറയാം ഹിജ്റ. ആ ഹിജ്റ എന്ന അത്ഭുതകരമായിട്ടുള്ള പലായനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കലണ്ടറിന് രൂപം കൊടുക്കാമെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയും എല്ലാ സഹാബാക്കളും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഹിജ്റ കലണ്ടർ നിലവിൽ വരുന്നത്. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞ് അവസാനം മുഷാവറയുടെ തീരുമാനം ഹിജ്റ എന്ന സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഹിജ്റ കലണ്ടറിന് രൂപം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പുറപ്പെട്ടത് സഫർ 27-നാണ്. സഫർ 27 എന്ന് പറഞ്ഞാൽ അറബി കലണ്ടറിന്റെ 2ാമത്തെ മാസം മുഹറം സഫർ. സഫർ 27-ന് പുറപ്പെട്ട് 3ാമത്തെ മാസം റബീഉൽ അവ്വൽ 12-നാണ് റസൂൽ മദീനയിൽ എത്തിച്ചേരുന്നത്. ഏകദേശം 15 ദിവസത്തെ യാത്ര. മുഹറം, സഫർ, റബീഉൽ അവ്വൽ. അവസാനത്തെ മാസം ദുൽഹജ്ജയാണ്. ഇത് അവസാനത്തെ മാസമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫർ 27-ന് പുറപ്പെട്ട് റബീഉൽ അവ്വൽ 12-നാണ് മദീനയിൽ എത്തിച്ചേരുന്നത്. നമുക്കറിയാവുന്ന സംഭവമാണ്. മദീനയിലുള്ള ആളുകളെല്ലാം അന്നത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബാക്കളെയും ഒക്കെ സ്വീകരിച്ച് മുഹാജിർ, അൻസാർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മുഹാജിരീങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് പലായനം ചെയ്തു പോയ സഹാബാക്കൾക്കാണ് മുഹാജിർ എന്ന് പറയുന്നത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത സഹാബാക്കളാണ് മുഹാജിർ. അങ്ങനെ സഹാബാക്കൾ പോകുകയും അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവരെ സ്വീകരിക്കുകയും ചെയ്ത മദീനക്കാരായിട്ടുള്ള സഹാബാക്കൾക്കാണ് അൻസാരികൾ എന്ന് പറയുന്നത്. എന്താണ്, ആരാണ് മുഹാജിരീങ്ങൾ, ആരാണ് അൻസാരികൾ? അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് ഹിജ്റ ചെയ്ത് മദീനയിൽ എത്തുന്നത്. ഇവിടെ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു സംശയം, ഒരു ചോദ്യം, എന്തുകൊണ്ട് മുഹറം മാസം ഹിജ്റ കലണ്ടറിന്റെ തുടക്കത്തിൽ വന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലായനം ചെയ്തത് സഫർ മാസത്തിലാണ്. സഫർ അല്ല ഹിജ്റ കലണ്ടറിന്റെ തുടക്കത്തിൽ. റബീഉൽ അവ്വലിനാണ് എത്തിച്ചേർന്നത്. ഹിജ്റ കലണ്ടറിന്റെ തുടക്കത്തിൽ റബീഉൽ അവ്വലുമല്ല. എന്തുകൊണ്ട് മുഹറം മാസം ഹിജ്റ കലണ്ടറിന്റെ ആദ്യ മാസമായി രൂപപ്പെടുത്തി? പണ്ഡിതന്മാർ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹജ്ജിന്റെ സമയത്ത് മദീനക്കാരായിട്ടുള്ള ചില ആളുകൾ വന്ന് ബൈഅത്ത് ചെയ്തു. മദീനയിൽ പോകണമെങ്കിൽ ആരുടെ സപ്പോർട്ട് വേണം? മദീനക്കാരുടെ സപ്പോർട്ട് വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ ചെയ്ത് മദീനയിൽ എത്തുമ്പോൾ അവർ സ്വീകരിക്കണ്ടേ? അവർ സ്നേഹം കാണിക്കണം, അവർ സഹായിക്കണം ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി. ഈ രീതിയിൽ മദീനക്കാരുമായി കാര്യങ്ങൾ സംസാരിച്ച് ഒരു ഉടമ്പടി തയ്യാറാക്കി റസൂലുമായി ബൈഅത്ത് ചെയ്തത് ഹജ്ജിന്റെ മാസത്തിലാണ്. ഈ ഹജ്ജിന്റെ മാസത്തിന് ശേഷമുള്ള മാസമാണ് മുഹറം മാസം എന്നുള്ളത്.
ഹജ്ജിന്റെ 12-ാം മാസം, ഇതിനുശേഷമാണ് മുഹറം മാസം. അഥവാ ഹിജ്റ ചെയ്യുന്നതിന് വേണ്ടി റസൂലും സഹാബാക്കളും തയ്യാറെടുപ്പുകൾ തുടങ്ങിയ മാസം എന്നുള്ളത് മുഹറം മാസമായിരുന്നു. അതുകൊണ്ടാണ് ഹിജ്റ കലണ്ടറിന്റെ ആദ്യത്തെ മാസമായിട്ട് മുഹറം മാസത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. ഹജ്ജിന്റെ സമയത്ത് മദീനക്കാർ റസൂലുമായിട്ട് ബൈഅത്ത് ചെയ്തു. റസൂലും സഹാബത്തും വരും, ഞങ്ങൾ സ്വീകരിക്കാം, ഞങ്ങൾ വേണ്ടതെല്ലാം നൽകാം എന്ന് വാക്കുകൊടുക്കുകയും ആ ഹിജ്റയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തൊരു മാസം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മുഹറം മാസത്തിലെ ഹിജ്റ കലണ്ടറിന്റെ തുടക്കത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ നമുക്ക് ഹിജ്റ കലണ്ടറുമായിട്ടൊരു ബന്ധം, നമ്മൾ കല്യാണത്തിന് തീയതി എടുക്കുന്നത് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടി നിശ്ചയിക്കുന്നത് മൊത്തം ഒരു ഇംഗ്ലീഷ് മാസത്തിന്റെ പിന്നാലെ കൂടിയ സാഹചര്യമൊക്കെയാണ്. പക്ഷേ പൂർണ്ണമായിട്ടും എന്നല്ല, ഒരു 70-80% നമ്മൾ അറബി കലണ്ടറുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. കാരണം നമ്മുടെ എല്ലാ അനുഷ്ഠാനങ്ങളും, ഏത് അനുഷ്ഠാനം എടുത്തു നോക്കിയാലും ഫുഖഹാക്കൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് ഹിജ്റ കലണ്ടറിനെ ബന്ധപ്പെടുത്തിയിട്ടാണ്. ഇന്ന് നമ്മൾ ഏറ്റവും കാമ്പായ ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത് ഹിജ്റ നൽകുന്ന പാഠങ്ങളാണ്. ഹിജ്റ കലണ്ടർ നിലവിൽ വന്നത് ഹിജ്റ കലണ്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെങ്കിൽ ഇനി ഏറ്റവും കാമ്പായ ഭാഗം ഹിജ്റ നൽകുന്ന പാഠമാണ്. ഹിജ്റ നമുക്ക് നൽകുന്ന പാഠം എന്താ? അടുത്തൊരു വർഷത്തിലേക്ക് നമ്മൾ കിടക്കും. നാളെ മുഹറം 1 ഈ ഹിജ്റയുടെ സന്ദേശത്തെ മനസ്സിലാക്കി അതിനനുസൃതമായ നിലയിൽ ജീവിതത്തെ മുന്നോട്ട് നീക്കാൻ സാധിക്കണം. ഹിജ്റ നൽകുന്ന ആദ്യത്തെ പാഠം ദീനിനു വേണ്ടി പരമാവധി ത്യാഗങ്ങൾ സഹിക്കുക എന്നുള്ളതാണ്. പരമാവധി ദീനിന് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഈ ദീനിന്റെ മാർഗത്തിൽ അനുഷ്ഠിച്ചുള്ള കഷ്ടതകൾ, എത്രയോ സംഭവങ്ങൾ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു റൊട്ടി കഷ്ണം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും നിർഭരമായിട്ടുള്ളൊരു രംഗമാണ്. ആ റൊട്ടി കഷ്ണം ഫാത്തിമാന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് റസൂൽ പറഞ്ഞത്, ഫാത്തിമ ഹാദാ അവ്വലു തആമിൻ അകലഹു അബൂക്കി മുൻദു 3 അയ്യാം. 3 ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പ കഴിക്കുന്ന ആദ്യത്തെ ഭക്ഷണമാണ് ഫാത്തിമ എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസമായിട്ട് പട്ടിണിയാ. ദീനിനു വേണ്ടിയുള്ള ത്യാഗം. നമുക്കിന്നൊരു ത്യാഗവുമില്ല. കൃത്യമായിട്ട് നമസ്കരിക്കുക, എന്തെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നതിലപ്പുറം നമുക്കൊരു ത്യാഗവുമില്ല. വാപ്പ മുസ്ലിമായി, ഉമ്മ മുസ്ലിമായി, അതിന്റെ പേര് നമ്മൾ മുസ്ലിമായി എന്നതല്ലാതെ അവളൊക്കെ ചാൻസ് കിട്ടി മുസ്ലിമീങ്ങളായവരാ. എന്റെ വാപ്പ മുസ്ലിമായി, എന്റെ ഉമ്മ മുസ്ലിമായി, ഞാനും മുസ്ലിമായി. പക്ഷെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച, ത്യാഗനിർഭരമായിട്ടുള്ള കഷ്ടതകൾ അനുഭവിച്ച സഹാബത്തുണ്ട് അല്ലേ? ഫാത്തിമയുടെ മുഖത്തുനിന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് 3 ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പ കഴിക്കുന്ന ആദ്യത്തെ ഭക്ഷണമാണ് മോളെ ഫാത്തിമ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജ്റയുടെ സംഭവം നോക്കുമ്പോ എത്രയോ സഹാബത്ത്, ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹു, ഉമ്മ സലമ റളിയല്ലാഹു അൻഹ, അബൂ സലമ റളിയല്ലാഹു അൻഹ ഉമ്മ സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഭാര്യ ഭർത്താക്കന്മാരാ. ഉമ്മ സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് പോകുകയാണ്. വാഹനമൊക്കെ തയ്യാറാക്കി, വാഹനത്തിന്റെ മുകളിൽ ജീനി വിരിച്ചു. എനിക്കും എന്റെ മകൻ സൽമത്തിനും ഇരിക്കാൻ വേണ്ടിയുള്ള എല്ലാ തർത്തീബും വാഹനത്തിന്റെ മുകളിൽ എന്റെ ഭർത്താവ് അബൂ സലമ ചെയ്തു. ഉമ്മു സലമ പറയുകയാണ്, ഭാര്യ പറയുകയാ, എന്റെ ഭർത്താവ് എല്ലാവിധ സെറ്റപ്പുകളും ചെയ്തിട്ട് എന്നെയും എന്റെ മകനെയും വാഹനത്തിന്റെ മുകളിൽ കയറ്റിയിരുത്തി യാത്ര തുടർന്നു. നീണ്ട യാത്രയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക്. ഇന്നത്തെ സെറ്റപ്പ് ഒന്നുമില്ല, ഹൈവേ ഒന്നുമില്ല, കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ദുർഘടം പിടിച്ച പാതയാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ വഴിമധ്യേ എന്റെ ഗോത്രക്കാർ വന്ന് എന്റെ ഭർത്താവിൽ നിന്ന് എന്നെ അകറ്റി മാറ്റി. നീയോ നശിച്ചു, നിന്റെ ജീവിതമേ പോയി അബൂ സലമ, മുഹമ്മദിന്റെ പിന്നാലെ കൂടി, ഇസ്ലാമിന്റെ പിന്നാലെ കൂടി നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി. ഇവളുടെ ജീവിതം നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇവളുടെ ജീവിതം നിന്റെ കൂട്ടത്തിൽ അവിടെയും ഇവിടെയും കറങ്ങി നടന്നുകൊണ്ട് ഈ ജീവിതത്തെ നശിപ്പിച്ചു കളയാൻ, ഞങ്ങളുടെ സഹോദരിയുടെ ജീവിതത്തെ അപഹരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നിന്റെ കൂട്ടത്തിൽ ഉമ്മു സലമയെ വിടില്ല എന്ന് അബൂ സലമ റളിയല്ലാഹു അൻഹുവിനോട് ആക്ഷേപകരമായി അപഹസിച്ചു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഉമ്മു സലമ പറയുകയാണ്, അബൂ സലമയിൽ നിന്ന് എന്റെ ഗോത്രക്കാർ എന്നെ അകറ്റി.
ഈ സമയത്ത് അബൂ സലമയുടെ ഗോത്രക്കാർ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ടപ്പോ അവർക്ക് കോപമുണ്ടായി, ദേഷ്യം വന്നു. അവര് പറഞ്ഞു, വല്ലാഹി ലാ നത്റുകു ഇബ്നനാ മഅഹ, ഒരിക്കലും ഞങ്ങളുടെ ഈ പേരക്കുട്ടിയെ, ഞങ്ങളുടെ ഈ സൽമത്തിനെ, അബൂ സലമയുടെ ഉമ്മ സലമയുടെ മകനായിട്ടുള്ള സൽമത്തിനെ അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ വിടൂല. ഞങ്ങളുടെ അബൂ സലമയിൽ നിന്നും ഉമ്മ സലമയെ അകറ്റി മാറ്റി ഈ കൊച്ചുമകനെ സൽമത്തിന് അവളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് വേണം. അബൂ സലമയുടെ ഗോത്രക്കാർ പറഞ്ഞു. ഈ കുഞ്ഞിനെ അബൂ സലമയുടെ ഗോത്രക്കാരെടുത്തു. ഉമ്മ സലമയുടെ ഗോത്രക്കാരും കൊണ്ടുപോയി. ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് മദീനയിലേക്ക് ഹിജറ ചെയ്തു പോകുകയാണ്. ഭാര്യ നഷ്ടപ്പെട്ടു, മകൻ നഷ്ടപ്പെട്ടു. എന്തിന്റെ പേരിൽ? വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്. ഒരു വികാരം കൊള്ളേണ്ട ആയത്താ. എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞതിന്റെ പേരിൽ, എന്റെ സൃഷ്ടാവ്, എന്റെ എല്ലാം എന്റെ റബ്ബാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് ഭാര്യ നഷ്ടപ്പെടുകയാണ്, എനിക്ക് മകൻ നഷ്ടപ്പെടുകയാണ്, മാതാപിതാക്കൾ നഷ്ടപ്പെടുകയാണ്. ഫലസ്തീനിൽ കണ്ടില്ലേ, ഉമ്മ മരണപ്പെടുന്നു, ഉപ്പ മരണപ്പെടുന്നു, കുട്ടി ഏകനായി ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇവിടെ നോക്കി, കുട്ടി ഒരു ഭാഗത്ത്, അബൂ സലമ വേറൊരു ഭാഗത്ത്, ഉമ്മു സലമ വേറൊരു ഭാഗത്ത്. ഉമ്മു സലമ പറയുകയാണ്, ഹദീസിൽ കാണാം, എല്ലാ ദിവസവും എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, എല്ലാ ദിവസവും മക്കയുടെ താഴ്വാരത്തിൽ എല്ലാ ദിവസവും മക്കയുടെ ഒരു താഴ്വാരത്ത് ഞാൻ വന്നിരുന്ന് മദീനയിലേക്ക് കണ്ണും നട്ടിരിക്കും എന്റെ ഭർത്താവിനെ നോക്കി. ഞാൻ കരഞ്ഞ് വൈകുന്നേരം വരെ ഞാൻ കരയും, എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് പോകും എന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. കരഞ്ഞ് ഒരു വർഷം വരെ എന്റെ ഈ നില തുടർന്നു എന്നുള്ളതാണ്. ദീനിനു വേണ്ടിയുള്ള ത്യാഗങ്ങൾ, മകനെയും പിതാവിനെയും ഉമ്മയെയും അങ്ങോട്ടും ഇങ്ങോട്ടും വേർപെടുത്തുന്ന ഒരു ചിത്രം. ബഹുമാനപ്പെട്ട സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹിജ്റയുടെ പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് എന്ത് ത്യാഗം സഹിക്കുന്നു. കൃത്യമായിട്ട് പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇല്ല, അതുപോലെ തന്നെ അനുകൂല സാഹചര്യങ്ങളിൽ സദഖ ചെയ്യാൻ പറ്റുന്നു, പ്രതികൂല സാഹചര്യങ്ങളിൽ സദഖ ചെയ്യാൻ പറ്റുന്നില്ല. ബന്ധം മുറിച്ചവരോട് ബന്ധം ചേർക്കാൻ പറ്റുന്നില്ല. നമ്മളെ ആക്ഷേപിച്ചവർക്ക് നേരെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്നില്ല. ഒരു രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ചയുടെ മനോഭാവവും നമുക്കില്ല. നമ്മൾ ഇന്ന് ദീനിനു വേണ്ടി എന്ത് ത്യാഗം സഹിക്കുന്നു. ചില ആളുകളെ കാണുമ്പോൾ തുറന്നു പറയാൻ ആർക്കും വിഷമം തോന്നണ്ട. ചില ആളുകളെ കാണുമ്പോൾ എനിക്ക് വലിയ വിഷമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണെന്ന് അവകാശപ്പെട്ടിട്ട് ധാടി ക്ലീൻ ഷേവ് ചെയ്ത് നടക്കുന്ന ചില ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ പറയും ഫർളല്ലല്ലോ എന്നാ പറയുന്നത്. നമ്മൾ പറയും ഫർളല്ലല്ലോ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടേണ്ടവരാണ് നാം ഓരോരുത്തരും. ഒരു അടുത്തൊരു സമയത്ത് ഒരു എഞ്ചിനീയറിനെ ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തിനോട് ദഅവത്ത് പറയാൻ മടിയൊന്നും വേണ്ടല്ലോ. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യരാ, ഈ കണ്ണയ്ക്ക് മുകളിലേക്ക് പാന്റ് കയറ്റിയിടാൻ പറഞ്ഞു. കണ്ണയ്ക്ക് താഴെ, നെരിയാണിക്ക് താഴെ വസ്ത്രം നിന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, ദീനിന് മുൻഗണന കൊടുക്കുന്നതിന്റെ പ്രാധാന്യമാണ്. നമ്മൾ എത്ര മേൽക്കോയ്മയിൽ വിരാജിക്കുന്നവരുമായിക്കൊള്ളട്ടെ, എത്ര വലിയ ഉദ്യോഗസ്ഥരുമായിക്കൊള്ളട്ടെ, ദീനിനെ അറുത്തു മാറ്റിയാൽ റബ്ബ് അവനുമായിട്ടുള്ള ബന്ധം അറുത്തു മാറ്റും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മേൽക്കോയ്മയുള്ള എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും നമുക്ക് ദീൻ കൊടുക്കട്ടെ. ദീൻ കഴിഞ്ഞിട്ട് മതി നമുക്കെല്ലാം. ദീൻ ഒന്നാം നമ്പരായിട്ട് ദീൻ വേണം. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ കണ്ണയ്ക്ക് മുകളിലേക്ക് വസ്ത്രം കയറ്റിയെടുക്കുക. സലാസത്തിൽ ചില ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ആഖിറത്തിൽ അല്ലാഹു അവരുടെ മുഖത്തേക്ക് നോക്കൂല, അല്ലാഹു അവരെ പരിശുദ്ധപ്പെടുത്തൂല, വലാ യൻദുറു ഇലൈഹിം, അവരുടെ മുഖത്തേക്ക് പോലും റബ്ബിന് നോക്കണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറഞ്ഞത്. നെരിയാണിക്ക് താഴെ വസ്ത്രം അഹങ്കാരം നിമിത്തം വലിച്ചെടുത്തുകൊണ്ട് നടക്കുന്നവരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നെരിയാണിക്ക് താഴെ വസ്ത്രം എടുക്കാൻ ചില ആളുകൾ ഒതുവൊക്കെ എടുത്ത് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരും. പാൻറ്റിങ്ങനൊക്കെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പാൻറ് മേലോട്ട് കയറ്റി വെക്കും, നമസ്കാരം കഴിഞ്ഞ് താഴേക്ക് ഇടും. കാരണം ഈ ഷൂവുമായിട്ട് പാൻറ് മുട്ടി നിൽക്കുക, അതൊരു സ്റ്റാറ്റസാ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഷൂവുമായിട്ട് പാൻറ് മുട്ടി നിൽക്കണം, അത് സ്റ്റാറ്റസാ. പൊക്കിയിടാൻ നമുക്ക് സാധിക്കൂല. നമ്മൾ എത്ര പേര് സലാം പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗ്, ശരിയാണ്, ഗുഡ് മോർണിംഗ് പറയുന്ന കൂടാത്ത എല്ലാം ശരിയാണ്. പക്ഷേ വിശുദ്ധ ഇസ്ലാമിന്റെ ഒരു മുദ്രാവാക്യം, അതുപോലെ തന്നെ നമ്മുടെ മക്കളെയും ഭാര്യയുമൊക്കെ ദീനിന്റെ കാവൽ ഭടന്മാരാ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ മക്കളെയും ഭാര്യയുമൊക്കെ ദീനിന്റെ കാവൽ ഭടന്മാരാക്കി മാറ്റണം.
എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസവും കാലഘട്ടത്തിന് അനിവാര്യമാണ്. പക്ഷെ ദീനിന് മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മൾ എത്ര പേർക്ക് പറയാൻ പറ്റും, എന്റെ മകൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് എന്നോട് പറയുന്നുണ്ട്? എത്ര പേർക്ക് പറയാൻ പറ്റും? എന്റെ മകൻ സുബഹിക്ക് ജമാഅത്തായിട്ട് പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ പറ്റുന്നു, അവന് കഴിയുന്നുണ്ട്? എത്ര പേർക്ക് പറയാൻ പറ്റും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഒരു പിതാവ് മകന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താ? മാ നഹല വാലിദുൻ വലദഹു. ഒരു പിതാവ് തന്റെ മകന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം കടയിട്ട് കൊടുക്കലാണോ? ഒരിക്കലുമല്ല. സമ്പത്ത് കൊടുക്കലാണോ? ഒരിക്കലുമല്ല. വീട് വെച്ച് കൊടുക്കലാണോ? അല്ല. മിൻ അദബിൻ ഹസനിൻ, ഏറ്റവും നല്ല മര്യാദ പഠിപ്പിക്കലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നല്ല വിദ്യാഭ്യാസം കൊടുത്തു, അവിടെ പോയി പഠിപ്പിച്ചു, ഇവിടെ വിട്ട് പഠിപ്പിച്ചു, പൈസ കൊടുത്തു, വീട് വെച്ച് കൊടുത്തു, നല്ല പെണ്ണ് കെട്ടിച്ചു കൊടുത്തു. മിൻ അദബിൻ ഹസനിൻ, നല്ല മര്യാദ പഠിപ്പിക്കലാണ്, ഉത്തമ സ്വഭാവത്തിന്റെ ഉടമസ്ഥരാക്കലാണ് ഒരു പിതാവിന്റെ ബാധ്യത എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീൻ മുന്നേ നിൽക്കണം. നമുക്ക് ദാടി നീട്ടി വളർത്താൻ സാധിക്കണം, മീശ പറ്റ വെട്ടാൻ സാധിക്കണം, കണ്ണയ്ക്ക് മുകളിലേക്ക് വസ്ത്രം കൊടുക്കാൻ സാധിക്കണം, ഭാര്യയോട് നല്ല നിലയിൽ വർത്തിക്കാൻ സാധിക്കണം, അയൽവക്കക്കാരോട് നല്ല നിലയിൽ വർത്തിക്കാൻ സാധിക്കണം. എല്ലാ തരത്തിലും ദീനിന് മുൻഗണന കൊടുക്കുക. ബഹുമാനപ്പെട്ട സുഹൈബ് റളിയല്ലാഹു അൻഹു സമ്പന്നനായിരുന്നു. മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് പോകുന്നവരിൽ ശത്രുക്കൾ പിടിച്ചു, പോകണ്ട എന്ന് പറഞ്ഞു. കയ്യിലുള്ള സമ്പത്തെല്ലാം അവരിലേക്ക് കൊട്ടിയിട്ടുകൊണ്ട് കാൽനടയായിട്ട് ബഹുമാനപ്പെട്ട സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റ ചെയ്തു. അങ്ങനെ ഹിജ്റ ചെയ്ത് മദീനയിലെത്തിയപ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊട്ടി വിളിക്കുകയാ, റബ്ബിഹ സുഹൈബുൻ റബ്ബിഹ സുഹൈബുൻ. അല്ലാഹു റസൂൽ എല്ലാ സഹാബാക്കളും അടുത്തിരിപ്പുണ്ട്. സുഹൈബ് ലാഭകരമായ ഒരു കച്ചവടം നടത്തി കേട്ടോ. സുഹൈബ് ലാഭകരമായ കച്ചവടം നടത്തി, കയ്യിലുള്ള കോടികളെല്ലാം വാരിയെറിഞ്ഞിട്ട്, അങ്ങനെ വേണം പറയാൻ, കയ്യിലുള്ള കോടികളും ലക്ഷക്കണക്കിന് റുപ്യകളെല്ലാം വാരിയെറിഞ്ഞിട്ട് റബ്ബിന് മുൻഗണന കൊടുത്ത് വസ്ത്രം ശരിയായ രീതിയിൽ വസ്ത്രമില്ലാതെ ചെരുപ്പില്ലാതെ കാൽനടയായിട്ട് 600-700 കിലോമീറ്റർ സഞ്ചരിച്ച് മദീനയിലെത്തിയ സുഹൈബ് ഏറ്റവും നല്ല ലാഭകരമായിട്ടുള്ള കച്ചവടം ചെയ്തു. ഇത് നമ്മൾ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ സദക്ക കൊടുക്കൂല. കയ്യിൽ പൈസ ഇല്ല, സമ്പത്തിനോടുള്ള ആർത്തി മാറി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യണം? സദക്ക കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ആദം സന്തതി ഒരു മലയുടെ ഒരു താഴ്വരയുണ്ടെങ്കിൽ, ഒരു സ്വർണത്തിന്റെ താഴ്വരയുണ്ടെങ്കിൽ പോലും മറ്റൊരു താഴ്വര കൂടി അവൻ ആഗ്രഹിക്കും. അവന്റെ ആഗ്രഹത്തിന് മണ്ണിനല്ലാതെ ശമിപ്പിക്കാൻ സാധിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർണത്തിന്റെ താഴ്വരയുണ്ടെങ്കിൽ അടുത്തൊരു താഴ്വരയ്ക്ക് വേണ്ടി അവൻ വീണ്ടും ആഗ്രഹിക്കും. അപ്പൊ ഈ രീതിയിൽ എല്ലാ തരത്തിലും അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിൽ ദീനിന് മുൻഗണന കൊടുക്കുക. നമ്മുടെ മക്കളുടെ വിഷയത്തിലാണെങ്കിലും ഭാര്യയുടെ വിഷയത്തിലാണെങ്കിലും ദീൻ ആദ്യം നിൽക്കണം. നമ്മുടെ ജോലിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ ചില ആളുകൾ ദാടി അങ്ങ് വടിച്ചു കളയും. അതാണ് റസൂലിന്റെ മുഖത്ത് നോക്കേണ്ടവരാണ് നമ്മൾ കേട്ടോ. ചില ആളുകളുടെ മുഖത്തൊക്കെ എനിക്ക് വിഷമമാണ്. കൃത്യമായിട്ട് 5 നേരം നമസ്കരിക്കുന്നവരാ. ഫർളാകട്ടെ ഫർളാകാതിരിക്കട്ടെ, നമ്മുടെ പ്രവാചകനല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുകരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാ. നാളെ നമ്മുടെ കൈപിടിച്ച് അല്ലാഹു റസൂൽ സ്വർഗ്ഗത്തിലേക്ക് കയറ്റും. ശഫാഅത്തിന് ഉടമസ്ഥനായിട്ടുള്ള റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ എല്ലാ കസേരകളും ഇങ്ങനെ ഇട്ടിരിക്കും. ബഹുമാനപ്പെട്ട മൂസാ നബി കാണും, ഈസാ നബി കാണും, ദാവൂദ് നബി കാണും, യഹ്യാ നബി കാണും. മധ്യത്തിലുള്ള കസേര മാത്രം കാലിയായി കിടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ പ്രവാചകരെ അങ്ങ് ആ കസേരയിൽ ഇരിക്കാത്തതെന്ന് അല്ലാഹു ചോദിക്കുമ്പോ, എന്റെ ഉമ്മത്തിനെ കൂടി സ്വർഗത്തിലേക്ക് കയറ്റുവാൻ അനുമതി നൽകിയിട്ടല്ലാതെ ഞാൻ ആ കസേരയിൽ ഇരിക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ അല്ലാഹു റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റുക, ദീനിന് മുഖ്യമായിട്ടുള്ള ഒരു മുൻഗണന കൊടുക്കുക എന്നുള്ള ഹിജ്റ നൽകുന്ന ആദ്യത്തെ പാഠം. രണ്ടാമത് ഹിജ്റ നൽകുന്ന പാഠം തവക്കുലിന്റെ പാഠമാണ്. ഏതൊരു സാഹചര്യത്തിലും നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, വിവിധ രോഗങ്ങളുടെ പിടിയിൽ അമർന്നിരിക്കാം. നിരാശ വേണ്ട. പൂർണ്ണമായിട്ട് റബ്ബിൽ തവക്കുൽ ഏൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. എത്രയോ ആളുകൾ ഒരു തുണ്ട് കയറൽ ജീവിതം അവസാനിപ്പിക്കുക. ഗതിമുട്ടുന്ന സാഹചര്യത്തിൽ ഇനി എന്നെ സഹായിക്കാൻ ആരും, എന്റെ ബന്ധുക്കൾ സഹായിക്കൂല, നാട്ടുകാരും സഹായിക്കൂല, ഒരു തുണ്ട് കയറെടുത്തിട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും അത്തരക്കാർക്കെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജീവിതത്തെ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് നേടിയെടുക്കുക എന്ന പരീക്ഷണങ്ങളുടെ ദുനിയാവിന്റെ ജീവിതമല്ലേ. അദ്ദുനിയാ സിജുനുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ.
ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് ജയിലറയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് അവന് സ്വർഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും, കടബാധ്യതയുണ്ടാകും, വീടില്ലാത്ത അവസ്ഥയുണ്ടാകും, മക്കൾക്ക് രോഗമുണ്ടായിരിക്കും, മാതാപിതാക്കൾക്ക് രോഗമുണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ഫളീഹത്തിലാവുന്ന, അതല്ലെങ്കിൽ നമ്മുടെ ഇസ്സത്ത് പോലും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം. പക്ഷെ അതിനൊക്കെ അതിജീവിക്കാൻ സാധിക്കണം. ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ ചെയ്തു പോവുക, ശത്രുക്കൾ വീട് വളഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണും പൂട്ടി വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി റബ്ബിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് പുറപ്പെടുകയാണ്. ഒരു ശത്രുവും പിടിച്ചില്ല അല്ലാഹുവിന്റെ റസൂലിനെ. സൗർ ഗുഹയിലേക്ക് അഭയം പ്രാപിച്ചു, നമുക്കറിയാവുന്ന സംഭവമാണ്, നീണ്ട സംഭവമാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു സന്തത സഹചാരിയ കൂട്ടത്തിലുണ്ട്. ശത്രുക്കൾ ഗുഹാമുഖത്തെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ചു. അല്ലാഹുവിന്റെ റസൂലേ, നോക്കിക്കേ ശത്രുക്കൾ, ആ ശത്രുക്കളുടെ കാലുകൾ ഗുഹയുടെ ആ കവാടത്തിലൂടെ ഞാൻ കാണുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചിട്ട് പറയുകയാ, മാ നന്നുകയ അബൂബക്കർ ബിസ്നൈൻ, നീ എന്താ അബൂബക്കർ ഇങ്ങനെ നിരാശപ്പെടുന്നത്? നീ എന്തിനാ അബൂബക്കറെ ബേജാറാകുന്നത്? നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഈ ഗുഹയിലുള്ളത്, വല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായിട്ട് നമ്മുടെ റബ്ബുണ്ട്. നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, നമുക്ക് മക്കളെ തന്ന, നമുക്ക് ഭാര്യയെ തന്ന, നമുക്ക് ആരോഗ്യം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് ആരോഗ്യമാണ്. ആ എല്ലാം തന്ന നമ്മുടെ റബ്ബ് കൂട്ടത്തിലില്ല അബൂബക്കറെ, പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നത്? ശത്രുക്കൾ ഇനാം പ്രഖ്യാപിച്ചു. മുഹമ്മദ് മദീനയിലെത്താൻ പാടില്ല, മുഹമ്മദ് ഹിജ്റ ചെയ്ത് മദീനയിലെത്താൻ പാടില്ല, മദീനയിലെത്തുന്നതിന് മുമ്പ് തല കൊയ്തു കൊണ്ടുവരണം. സുറാഖ എന്ന് പറഞ്ഞ യുദ്ധത്തിൽ വീരനായിട്ടുള്ള, അതിശീഘ്രം കുതിരയെ പായിക്കാനായിട്ട് കരുത്തുള്ള സുറാഖ എന്നൊരു വ്യക്തി അത് ഏറ്റെടുത്തു. മുഹമ്മദിന്റെ തല ഞാൻ വെട്ടിക്കൊണ്ടുവരാം, 100 ഒട്ടകങ്ങൾ എനിക്ക് വേണം. അങ്ങനെ യാത്ര ചെയ്തു പോയി. മരുഭൂമി നോക്കി ആരെയും കാണുന്നില്ല. മരുഭൂമിയുടെ മധ്യത്തിലെത്തിയപ്പോൾ അതിന്റെ അവസാന ഭാഗത്ത് രണ്ടുപേരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സുറാഖ അതിശീഘ്രം കുതിരയെ പായിച്ചു. ശബ്ദം കേട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കി. സുറാഖ വരികയാണ്, കയ്യിൽ ഊരിപ്പിടിച്ച വാളുണ്ട്. അല്ലാഹുവിന്റെ റസൂലെ ഒന്ന് നോക്കിക്കോ, പിന്നിട്ട് ദാ സുറാഖ വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, എന്തിനാ അബൂബക്കറെ പേടിക്കുന്നത്? അല്ലാഹു സാലിസുഹുമാ, അല്ലാഹു ഉണ്ട് കൂട്ടത്തിൽ. ഇതൊരു വല്ലാത്തൊരു വാക്കാണ്, അല്ലാഹു ഉണ്ട് കൂട്ടത്തിൽ. ഭാര്യയോട് പറയാൻ നമുക്ക് സാധിക്കണം. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനെ ആശ്വസിപ്പിച്ചെന്താ, എന്തിനാ അങ്ങ് വിഷമിക്കുന്നത്? അല്ലാഹുവല്ലേ നമ്മുടെ കൂട്ടത്തിൽ, എന്തിനാ നമ്മൾ ദുഃഖിക്കുന്നത്? എന്തിനാ നമ്മൾ പ്രയാസപ്പെടുന്നത്? ഈ ബുദ്ധിമുട്ട് തന്നതും റബ്ബാണ്, ഈ ബുദ്ധിമുട്ടിനെ മാറ്റാൻ കഴിവുള്ളതും റബ്ബാണ്. സുറാഖയുടെ കുതിരയുടെ 2 കാലുകൾ മരുഭൂമിയിലേക്ക് ആണ്ടുപോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലിനോട് മാപ്പ് പറഞ്ഞിട്ട് തിരിച്ച് സുറാഖ മക്കയിലേക്ക് പോവുകയുണ്ടായി. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും തവക്കുലിന്റെ പാഠമാണ് ഹിജ്റ രണ്ടാമതായി നൽകുന്നത്. 1, ദീനിന് മുൻഗണന കൊടുക്കാൻ സാധിക്കണം. 2, എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ റബ്ബിനെ പിടിച്ച് മുന്നിൽ നിർത്താൻ സാധിക്കണം. വലിയ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകട്ടെ, എല്ലാം നടക്കട്ടെ, എനിക്ക് എന്റെ റബ്ബ് മതി. എനിക്ക് സാമർത്ഥ്യമോ മിടുക്കോ കഴിവോ ഒന്നുമില്ല, ഒരു യോഗ്യതയുമില്ല, എന്റെ റബ്ബെല്ലാം നടത്തട്ടെ. വലാ തകിൽനാ ഇലാ അൻഫുസിനാ തറഫത ഐൻ, ഒരു കണ്ണ് ചിമ്മുന്ന സമയം പോലും എന്റെ റബ്ബ് എന്നിലേക്ക് എന്റെ കാര്യത്തെ ഏൽപ്പിക്കാതിരിക്കട്ടെ, എല്ലാം അവൻ തന്നെ നടത്തി തരട്ടെ. ഈ ഒരു മനോഭാവം. 3ാമത് ഹിജ്റ നൽകുന്ന പാഠം, സ്വശരീരങ്ങളെ മുഴുവൻ പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ്. റസൂൽ പഠിപ്പിച്ചില്ലേ, അൽ മുഹാജിർ, ഏറ്റവും വലിയ ഹിജ്റത്ത്. നമുക്കൊക്കെ ഹിജ്റ ചെയ്യാൻ സാധിക്കും. ഹിജ്റയുടെ കൂലി എന്നുള്ളത് ചെറിയ കൂലിയല്ല, വിശാലമായ കൂലിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ഹിജ്റ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരങ്ങളെ പാപങ്ങളിൽ നിന്നും സംരക്ഷിക്കലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ റസൂൽ ഉപയോഗിച്ച വാക്ക്. ഏറ്റവും വലിയ ഹിജ്റ എന്ന് പറഞ്ഞാൽ ചാബല്യങ്ങളിൽ നിന്നും ദുർമേധസ്സുകളിൽ നിന്നും ഒരു ശരീരത്തിനും മനസ്സിനും മസ്തിഷ്കത്തിനും മുക്തി കൊടുക്കുക എന്നുള്ളതാണ്. മുഴുവൻ പാപങ്ങളിൽ നിന്നും സുരക്ഷിതമാകുക, അവയവങ്ങളെ സംരക്ഷിക്കുക, കണ്ണിനെ ഹറാമിൽ നിന്ന് സംരക്ഷിക്കുക, കയ്യിനെ ഹറാമിൽ നിന്ന് സംരക്ഷിക്കുക, പലിശയിൽ നിന്ന് മാറി നിൽക്കുക. എനിക്ക് വീട് വേണ്ട, എനിക്ക് പൈസ വേണ്ട, പക്ഷെ ഞാൻ പലിശയുമായി ബന്ധപ്പെടില്ല. ഹറാമിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിന്ന് ഒരു സാഫായ, ഒരു തെളിഞ്ഞ സ്ഫുടം ചെയ്തെടുത്തൊരു ജീവിതം റബ്ബിന്റെ മുന്നിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. എപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹുവേ ഈ ദുനിയാവിലെ ജീവിതത്തിലും അതുപോലെ എന്റെ മരണസമയവും
ആഖിറത്തിലും ദീനിന്റെ ഹാദ്യമായിട്ട് നീ എന്നെ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യണേ എന്ന് എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹു ദീനിന്റെ സേവകനായിട്ട് നാടിനും നാട്ടുകാർക്കും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ആളുകളെ ചേർത്ത് പിടിക്കുന്ന നിരാലംബരെയും നിസ്സഹായർക്കും താങ്ങും തണലുമാകുന്ന ഒരു വ്യക്തിയായിട്ട് വിധവകൾക്കും യതീമങ്ങൾക്കും ആശ്വാസമാകുന്ന ഒരു മനുഷ്യനായിട്ട് എന്നെ നീ മാറ്റണേ റബ്ബേ എന്ന് എപ്പോഴും ദുആ ചെയ്യണം. ഈ 3 പാഠങ്ങളാണ് ഹിജ്റ നമുക്ക് സമ്മാനിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റയുടെ യഥാർത്ഥ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രധാനപ്പെട്ട ഒരു ദുആ വസിയ്യത്തുള്ളത് മൂന്നാറ്റുമുക്ക് ഇസുദ്ദീൻ സാഹിബ് എന്ന ഒരു സഹോദരൻ 85 വയസ്സാണുള്ളത്. അദ്ദേഹത്തിന് യൂറിൻ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായി. അദ്ദേഹം കാര്യമായിട്ടുള്ള ചികിത്സയിൽ കഴിഞ്ഞുകൂടുകയാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. ദീനീപരമായിട്ട് എല്ലാ നിലയിലും അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള വ്യക്തിത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പരിപൂർണ്ണ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായിട്ടുള്ള ഹിജ്റയുടെ ബറക്കത്ത് കൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ മഹത്വം കൊണ്ട്, അദ്കാറുകളുടെ മഹത്വം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആജിലായ താമായ മുസ്തമിറായ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് രോഗത്തെ അതിജയിച്ചുകൊണ്ട് ഏറ്റവും ആരോഗ്യകരമായ സന്തോഷകരമായിട്ടുള്ള ജീവിതം കൊണ്ടുകൊണ്ടിരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും നമുക്കുമെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ട മുഴുവൻ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾക്കെല്ലാം അല്ലാഹു പരിപൂർണ്ണ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാം ശിഷ്ടജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ദീനിന് മുൻഗണന കൊടുത്തുകൊണ്ട് ആരെയും പേടിക്കാതെ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയെ പോലെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.